ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 2-ാം തിരുവചനം. അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുന്നില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ അറിയുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് പാപം ചെയ്യാതെ നമ്മളെ കാത്തുകൊള്ളുന്നത്. ഒരിക്കലും ഞാൻ വയനാട്ടിൽ ഇടവക ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ശുശ്രൂഷ കുഞ്ഞുങ്ങളുമായിട്ട് അടുത്തുള്ള ഒരു വലിയ പള്ളിയിലെ പെരുന്നാളിന് കടന്നു പോകാനായിട്ട് ഇടയായി. പോകുന്ന വഴിക്ക് അവൻ്റെ കൂട്ടുകാരെല്ലാം ഈ കടകളിൽ നിന്നൊക്കെ ആരും കാണാതെ രഹസ്യമായിട്ട് പല സാധനങ്ങളും മോഷ്ടിച്ചെടുക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷക്കാർ പറഞ്ഞു, ഇതേണ്ടേ അച്ഛാ ഈ പിള്ളേർ കണ്ടു ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, നിൻ്റെ കൂടെയുള്ളവരൊക്കെ അല്ലേ, കൂട്ടുകാരൊക്കെ അല്ലേ, നിനക്കങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, അയ്യോ ഞാൻ അച്ഛൻ്റെ കൂടെ വരാൻ നേരത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അച്ഛനല്ലേ നാണക്കേടുണ്ടാകുന്നത്. സത്യത്തിൽ ആ കുഞ്ഞിന് എൻ്റെ സാന്നിധ്യം പാപം ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ബൈബിളിൽ നീതിമാനായ ജോസഫിനെ കുറിച്ച് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ജോസഫിന് പൊത്തിഫേറിൻ്റെ ഭാര്യ പാപം ചെയ്യാൻ നിർബന്ധിച്ചിട്ടും അവൻ പാപം ചെയ്യാതിരിക്കാൻ കാരണം ജോസഫ് പറയുന്നൊരു വാക്യമാണ്, എൻ്റെ ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കെ ഇത്ര നീചമായിട്ട് എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മളിൽ പലരും പാപം ചെയ്യാതിരിക്കുന്നത് നല്ല അവസരം കിട്ടാത്തതുകൊണ്ടാണ്. അവസരം കിട്ടുമ്പോഴേ നമ്മുടെയൊക്കെ സ്വഭാവം അറിയാൻ പറ്റുകയുള്ളൂ. സാഹചര്യവും അവസരവുമല്ല പാപവും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും, പകരം ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ്. ദൈവം എന്നെ സ്വന്തമാക്കിയെന്ന തിരിച്ചറിവ്. ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവം വേദനിക്കും, ദൈവം സങ്കടപ്പെടും. ഈ പ്രഭാതത്തിൽ ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് സാഹചര്യം കിട്ടാത്തതുകൊണ്ടല്ല, പകരം എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ്. അത് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.